സുവിശേഷത്തിന്റെ ദീപവും ഏന്തി നവയുഗ വൈദികരിത ദൈവരാജ്യ വയലിൽ തളരാതെ മുന്നേറുന്നു. ഇത് നാഗപ്പൂർ രൂപതാംഗവും മാർട്ടിൻ നഗർ സെന്റ് മാർട്ടിൻ ഡി പോറസ് ഇടവകയുടെ അസിസ്റ്റന്റ് വികാരിയുമായ ഫാദർ തോമസ് ജോസഫ്. ഏറെക്കാലം നാഗപ്പൂർ പിതാവായിരുന്ന് വിരുതിക്കുളങ്കര പിതാവിൻ്റെ സെക്രട്ടറിയായി സേവനം ചെയ്ത ഈ മിഷണറി വൈദികൻ തൻ്റെ ദൈവരാജ്യ വയലിലെ അനുഭവങ്ങൾ നമ്മോട് പങ്കുവെക്കുന്നു. തോമസ് അച്ഛ, ജോഷുവ പ്രോഗ്രാമിൻ്റെ അച്ഛനോടൊപ്പമുള്ള രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. താങ്ക് യു. ആദ്യ എപ്പിസോഡിൽ അച്ഛൻ പങ്കുവച്ചത് വളരെ ഹൃദ്യമായ കാര്യങ്ങളായിരുന്നു. കൊല്ലത്തിനടുത്ത് പ്രാക്കുളം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അച്ഛൻ്റെ നാട്, ഇടവക. അപ്പച്ചൻ, അമ്മച്ചി, ഒരു സഹോദരിയുമാണ് അച്ഛന് ഉണ്ടായിരുന്നത്. ഏക മകനായ അച്ഛൻ സെമിനാരി പോകാൻ കുഞ്ഞുനാൾ മുതലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞ് സെമിനാരി പോകാനുള്ളൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ വീട്ടുകാരും എല്ലാവരും എതിർത്തെങ്കിലും ദൈവം നൽകിയ ആ ആഗ്രഹത്തിലും ബോധ്യത്തിൽ ഉറച്ചു നിന്ന് അച്ഛൻ പോവുമായിരുന്നു. പക്ഷേ ആദ്യം കപ്പൂച്ചിൻ സഭയിലാണ് വൈദിക പരിശീലനത്തിൽ ചേർന്നതെങ്കിലും പിന്നീട് പ്രത്യേകമായൊരു ദൈവനിയോഗം പോലെ നാഗ്പൂരിലെ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് എബ്രഹാം വിരുതികുളങ്ങര പിതാവിനെ കണ്ടുമുട്ടുകയും നാഗ്പൂരിൽ ചേർന്ന് റീജൻസിയും തിയോളജി പഠനം പൂർത്തിയാക്കുകയും ചെയ്ത് 2016 മെയ് 11 തീയതി വൈദികനായിട്ട് ഇത്. അച്ഛൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനം ഒരു മനുഷ്യനാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മനുഷ്യനാവുക, അതിനുശേഷം വൈദികനാവുക എന്നുള്ള ആ ഒരു ചിന്തയാണ് അച്ഛൻ പറഞ്ഞത്. എങ്ങനെ മനുഷ്യനാവാം, അല്ലെങ്കിൽ എങ്ങനെ ഇന്നത്തെ ലോക സാഹചര്യങ്ങളിൽ ഒരു നല്ല വൈദികനായി തുടരാം എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ ഏറ്റവും ശക്തമായി പറഞ്ഞതും വിശുദ്ധ കുർബാനയുടെ ഇതിനെക്കുറിച്ചും വ്യക്തിപരമായ പ്രാർത്ഥനയെക്കുറിച്ചുമാണ്. എനിക്ക് ചോദിക്കാൻ തോന്നുന്ന, അച്ഛൻ ഷെയർ ചെയ്ത് നമ്മൾ അവസാനിപ്പിച്ചത്, സമയക്കുറവ് കൊണ്ട് നമ്മൾ നിർത്തിവെച്ചത്, നാഗ്പൂർ രൂപതയുടെ, ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട മിഷൻ ഏരിയയും ഇന്ത്യയുടെ ഒരു മധ്യഭാഗവുമായ നാഗ്പൂർ രൂപതയുടെ മിഷൻ പ്രദേശത്തെ ചില അനുഭവങ്ങൾ. അച്ഛനൊരു മാസത്തെ ഒരു മിഷൻ എക്സ്പീരിയൻസിന് പോയ ഒരു ഉൾപ്രദേശത്തെ ഒരു ട്രൈബൽ ഏരിയയിലുള്ള ചില അനുഭവങ്ങളാണ് അച്ഛൻ പറഞ്ഞു തുടങ്ങിയത്. തീർച്ചയായിട്ടും അത്തരം അനുഭവങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡും തുടങ്ങാം. തീർച്ചയായിട്ടും നാഗ്പൂരിന് പുറത്തുള്ള ഒരു മിഷൻ മേഖലയിലേക്കാണ് ഞാൻ പോയത്. അതൊരു പ്രത്യേകമായൊരു മിഷൻ എക്സ്പീരിയൻസിന് വേണ്ടി തന്നെയാണ് ഞാൻ അവിടെ എന്നെ അങ്ങോട്ട് അയച്ചത്. തീർച്ചയായിട്ടും ആദിവാസികളുടെ കൂടെ, അല്ലെങ്കിൽ അവിടെയുള്ള ആ മനുഷ്യരുടെ കൂടെ ജീവിക്കുവാനായിട്ടും അവരുടെ ജീവിതം എന്താണെന്ന് അറിയുവാനായിട്ടുള്ള വലിയൊരു അവസരം തന്നെ ആയിരുന്നു ആ ഒരു മിഷൻ എക്സ്പീരിയൻസ്. ഒരു ദിവസം ഞാൻ എൻ്റെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അവിടെ ചെല്ലുന്ന ദിവസം കാടിന് നടുക്കാണ് ഞങ്ങൾക്ക് വേണ്ടി അവരൊരു ചെറിയൊരു വീട് ഒരുക്കിയിരുന്നത്. വീടിന് സാധാരണപ്പെട്ടൊരു വീട്. അവർ ആ വീട്ടിൽ ഞങ്ങൾ ചെന്ന ദിവസം ഞങ്ങൾ സ്വീകരിക്കുകയും ഞങ്ങൾ അവിടെ ഇരിക്കുവാനായിട്ട് പറഞ്ഞപ്പോൾ ഇരിക്കുവാനായിട്ട് കസേരയൊന്നുമില്ല, നിലത്തിരിക്കുക. അപ്പോൾ അവരിൽ ഒന്നായി തീരണം എന്നായിരിക്കണം ഒരു മിഷണറിയുടെ ഏറ്റവും വലിയ ആദ്യത്തെ പോയിൻ്റ്. ഒരു മിഷണറി ആവണമെന്നുള്ള ഏറ്റവും വലിയ ആഗ്രഹം അവിടുത്തെ മനുഷ്യരുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടുകൊണ്ട് അവരിലൊരാളായിരിക്കുക. ഒരു പക്ഷേ അങ്ങനെ ആ സിറ്റുവേഷൻ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തു പോയത് എബ്രഹാം പിതാവിനെ കുറിച്ച് തന്നെ. കാരണം എന്ന് വെച്ചാൽ പിതാവിൻ്റെ ആ ഒരു എളിമ നിറഞ്ഞ ജീവിതം എന്നെ ഒരുപാട് സ്പർശിച്ചിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. കാരണം പിതാവ് എവിടെ പോയി കഴിഞ്ഞാലും അവിടുത്തെ മനുഷ്യരോടൊപ്പം അവിടെ ആയിരിക്കുക. നിലത്താണെങ്കിൽ എബ്രഹാം പിതാവ് നിലത്തിരിക്കും. ഞാൻ കണ്ടിട്ടുണ്ട് പിതാവ് നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കുക. അവിടെ അവർ കഴിക്കുന്ന ആഹാരം, ആ ആഹാരം തന്നെ കഴിക്കുക. ഇതൊക്കെ ഒരുപാട് എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ മിഷൻ പ്രദേശത്ത് ഞാൻ ചെല്ലുമ്പോൾ തന്നെ എനിക്ക് ഇതിനൊരു ബുദ്ധിമുട്ടില്ലായിരുന്നു. രണ്ടാമത്തെ കാര്യം, അവർ കഴിക്കുന്ന ആഹാരം, അവർ നൽകുന്ന ആഹാരം നമ്മുടെ ആഹാര സാഹചര്യങ്ങളും വളരെ വ്യത്യസ്തമാണ്. എങ്കിലും ഒരു വൈദികൻ, ഒരു മിഷണറി വൈദികൻ, അവൻ ആദ്യം പഠിക്കേണ്ടത് അവരുടെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകുക. അപ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഞങ്ങൾ ആ മിഷൻ സ്റ്റേഷനിൽ താമസിക്കുമ്പോൾ അവിടുന്ന് കുർബാനയ്ക്ക് പോകുന്നൊരു കാര്യം. അവർ കുർബാനയ്ക്ക് പോകുക എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം നല്ല തണുപ്പുള്ള സമയത്താണ് ഞങ്ങൾ അവിടെ മിഷൻ എക്സ്പീരിയൻസിന് വേണ്ടി പോയത്. അവിടെ ചെല്ലുക, അത് ഉൾക്കാടിലേക്കാണ് ഈ ഗ്രാമങ്ങളൊക്കെ ഉള്ളത്. അവിടെ ആ ഗ്രാമങ്ങളിൽ പോയി ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയാണ് കുർബാന പ്രധാനമായിട്ടും നമ്മളവിടെ ചെല്ലുന്നത്. കാരണം ഗ്രാമങ്ങളെല്ലാം ഒരുപാട് വചനപ്രഘോഷണങ്ങളൊക്കെ പണ്ട് മുതലേ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആദിവാസികളിടയിലുള്ള ഒരു ക്രിസ്തീയ സമൂഹം അവർ സന്ധ്യ മയങ്ങുമ്പോൾ ഒന്നിച്ചു വരും. ഏകദേശം 9:30 അതൊക്കെയാണ് അവരുടെ ഒരു ടൈം. അങ്ങനെ ആ സമയത്ത് അവർ ഒരുമിച്ച് വരികയും കുർബാനയ്ക്ക് വേണ്ടി അവർ എല്ലാ ക്രമീകരണങ്ങളും തരികയും ചെയ്യും. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസമൊക്കെയാണ് ഒരച്ഛനൊരു വില്ലേജിൽ ചെല്ലുക. അങ്ങനെ ആ വില്ലേജിൽ അങ്ങനെ ഓരോ വില്ലേജുകൾ ഓരോ ദിവസം അച്ഛനിങ്ങനെ കവർ ചെയ്ത് പോകും. കാരണം
എല്ലായിടത്തും കുർബാന എത്തിക്കുക, എല്ലാവർക്കും ഒരു കുർബാന ക്രിസ്തുവിനെ നൽകുക എന്നുള്ളൊരു മിഷൻ എക്സ്പീരിയൻസ് ആണ് അതിൽ പ്രധാനം. ആ സമയം നല്ല തണുപ്പുള്ള സമയത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്ന 4 പാൻറ്റും ഷർട്ടും അത്രമാത്രം തണുപ്പാണ്. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് കൈയൊക്കെ മരവിച്ചിരിക്കും. അപ്പോഴേ അച്ഛൻ എന്നോട് പറഞ്ഞിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്, എല്ലാ ദിവസവും മിഷൻ എക്സ്പീരിയൻസ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പറയും ഈ റൂട്ടിൽ ഒരുപാട് നക്സൽ അഫക്റ്റഡ് ഏരിയയാണ്, ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഈ വഴി പോയിട്ട് മറ്റേ വഴി തിരിച്ചു വരും. എങ്കിലും ഒരു മിഷണറിയിൽ ദൈവത്തിൻ്റെ കരുതലുണ്ടെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. കാരണം ഏത് നക്സൽ അഫക്റ്റഡ് വഴികൾ പോയാലും തമ്പുരാൻ്റെ ശക്തമായ കരം ഒരു മിഷണറിയുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകും. അവൻ്റെ ജീവിതത്തിൽ എന്ത് കഷ്ടപ്പാടുണ്ടായാലും, അവൻ്റെ ജീവിതത്തിൽ എന്ത് ദുരിതം ഉണ്ടായാലും തമ്പുരാൻ്റെ ശക്തമായ കരം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എൻ്റെ പുരോഹിത ജീവിതത്തിൽ ഞാൻ കണ്ടെത്തുന്ന അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയൊരു കാര്യം ഇതാണ്. ഒരു മിഷണറിയുടെ ജീവിതത്തിൽ അവൻ്റെ ജീവിതത്തിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും തമ്പുരാൻ കൂടെ ഉണ്ടാകും. അങ്ങനെ ഈ ആദിവാസികളുടെ ഇടയിൽ ഞങ്ങളിങ്ങനെ കുർബാനയെല്ലാം ഇങ്ങനെ പോവുക, രാവിലെ അവിടെ ചെല്ലുക, കൈയൊക്കെ കഴുകി കുർബാന ചെല്ലുക. 9:30-10 മണിയൊക്കെ ആവും കുർബാന തുടങ്ങുവാനായിട്ട്. ആ കുർബാന കഴിഞ്ഞ ശേഷം ആഘോഷമായ പ്രസംഗം, കുർബാന എല്ലാം കഴിഞ്ഞ് അത്ര നേരം ആൾക്കാരവിടെ ക്ഷമയോടെ കാത്തിരിക്കും. ഒരുപക്ഷെ നമ്മുടെ നാട്ടുകളിലൊന്നും ഇങ്ങനെ ഒരു മനോഭാവം, നമ്മളെല്ലാം ടൈം ടു ടൈമാണ്, എല്ലാം സമയത്തിൽ തീർക്കുക, സമയത്തിന് തുടങ്ങുക, സമയത്തിന് തീർക്കുക. ഒരുപാട് കാര്യങ്ങളിലൊക്കെ നമ്മൾ വ്യത്യസ്തമായി ഇടപെടുന്നതുകൊണ്ട് ഈ സമയത്തിൻ്റെ വളരെ ഒരു ഇമ്പോർട്ടൻ്റ്. പക്ഷേ ഇവരുടെ ഇടയിൽ ഇല്ല, ഇങ്ങനൊരു സമയം അവർക്ക് പ്രശ്നമല്ല. കാരണം ക്രിസ്തുവിനെ അറിയുവാനായിട്ട്, ക്രിസ്തുവിനെക്കുറിച്ച് കേൾക്കുവാനായിട്ട് അവർ വരുന്ന, അത് പൂർണ്ണമായിട്ടും അവർ സമർപ്പിച്ചുകൊണ്ട് വരുന്ന. പക്ഷേ അത് ഒരുപക്ഷെ അവർക്ക് വലിയ അറിവുകളൊന്നുമില്ല, വലിയ അറിവും അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. എങ്കിലും ജോലി ചെയ്ത ശേഷം, ഒരു ദിവസം മുഴുവൻ ജോലി ചെയ്തതിന് ശേഷം അവർ ആ സന്ധ്യ സമയത്ത് ക്രിസ്തുവിനെ കേൾക്കാനായിട്ട് തിരിച്ചു വരുന്നൊരു മനോഭാവമുണ്ട്. അച്ഛാ, തീർച്ചയായിട്ടും ഇത്ര ദാഹത്തോടെ യേശുവിനെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള അവരുടെ ദാഹവും അച്ഛൻ്റെ അനുഭവവും ഒക്കെ കേൾക്കുന്നതിൽ ഏറെ സന്തോഷം. എൻ്റെ മറ്റൊരു ചോദ്യം, തീർച്ചയായിട്ടും ഇത്രയും ഒരു അപകടം നിറഞ്ഞ മിഷൻ മേഖലകളിലൊക്കെ യാത്ര ചെയ്യുമ്പോഴും ദൈവം പരിപാലിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. തീർച്ചയായും. എന്നൊപ്പം തന്നെ പക്ഷേ ദൈവപരിപാലന എന്ന് പറയുന്നത് നമുക്ക് പീഡനങ്ങൾ ഉണ്ടാവാതിരിക്കുക, കഷ്ടപ്പാട് ഉണ്ടാവാതിരിക്കുക എന്നല്ലല്ലോ. തീർച്ചയായിട്ടും. നാളെ ഈ ദൈവത്തെ പ്രതി അച്ഛൻ്റെ ജീവിതത്തിന് തന്നെ ഒരു അപായം ഉണ്ടായാൽ? ഞാൻ റീജൻസി കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ തിരുവസ്ത്രം ലഭിച്ചു. അപ്പോഴും ഞാൻ പലപ്പോഴും എൻ്റെ സെമിനാരിയിൽ നിന്ന് എല്ലാ ശനിയാഴ്ചയും ബിഷപ്പ് ഹൗസിലോട്ട് ഞാൻ വരുമായിരുന്നു, പിതാവിനെ കാണാനായിട്ടും സംസാരിക്കാനായിട്ടൊക്കെ. പലപ്പോഴും ഞാൻ വരുന്നത് എൻ്റെ ലോഹ ഇട്ടുകൊണ്ട് തന്നെ. കാരണം നാഗ്പൂർ എന്ന് പറഞ്ഞ സ്ഥലം പ്രത്യേകിച്ച് ചില വ്യത്യസ്ത സാഹചര്യങ്ങൾ കൊണ്ട് തന്നെ, ചിലരുടെ സാന്നിധ്യങ്ങളൊക്കെ കൊണ്ട് തന്നെ വ്യത്യസ്തമായൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ അങ്ങനെ പ്രത്യേകിച്ച് ആരും, പല സ്ഥലങ്ങളിൽ പോകുന്നവരും എല്ലാവരും ലോഹയൊക്കെ പൊതിഞ്ഞ് കയ്യിൽ പിടിച്ചുകൊണ്ട് ബാഗിലൊക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഒരു ദിവസം ബിഷപ്പ് ഹൗസിൽ ചെന്നപ്പോൾ 2 അച്ഛന്മാർ എന്നോട് ചോദിച്ചു, തോമാ നീ ലോഹ ഇട്ടുകൊണ്ടാണോ വന്നത്? ഞാൻ പറഞ്ഞു ഞാൻ ലോഹ ഇട്ടുകൊണ്ടാണ് വന്നതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പിതാവിനെ കാണുവാനായിട്ട് പോയി. പിതാവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് പിതാവ് അവിടെയുള്ള അച്ഛന്മാരോട് ഒരു കമൻറ്റ് പറഞ്ഞു. അവനൊരു ബ്രദറാണ്, എങ്കിലും ഇതെൻ്റെ ഒരു അനുഭവം, വ്യക്തിപരമായ അനുഭവമാണ്. അവനൊരു ബ്രദറാണ്, എങ്കിലും അവൻ ലോഹ ഇട്ടുകൊണ്ടാണ് വന്നത്. അപ്പോൾ എൻ്റെ മനസ്സിലൊരു സങ്കല്പമുണ്ട്, നീ വിളിക്കപ്പെട്ടത് ക്രിസ്തുവിന് വേണ്ടിയാണ്. ഒരുപക്ഷെ നിന്നെ പോകുന്ന വഴിക്ക് ഒരുപക്ഷെ അടിച്ചിട്ടേക്കാം, ഒരുപക്ഷെ നിന്നെ ഒരുവൻ വെടിവെച്ച് കൊന്നേക്കാം, എങ്കിലും നീ നിൻ്റെ പൗരോഹിത്യത്തിൻ്റെ മഹിമ നൽകുന്ന ആ തിരുവസ്ത്രം ഇട്ടുകൊണ്ട് പോകുക. പലപ്പോഴും എനിക്ക് ഒരുപാട് സുഹൃത്ത് വലയങ്ങൾ എനിക്ക് സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട്. അവിടെ സാമൂഹിക പ്രവർത്തകരുമായിട്ട് അല്ലെങ്കിൽ പല മേഖലകളിൽ പെടുന്നവരുമായിട്ടുള്ള ഒരു വ്യക്തിബന്ധം. ഈ വ്യക്തിബന്ധം ഞാൻ രൂപപ്പെടുന്നത് തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി സൂക്ഷിച്ചുകൊണ്ടാണ്. ഒരു ഐഡൻറ്റിറ്റി കളഞ്ഞുകൊണ്ടുള്ളൊരു ജീവിതം എൻ്റെ കയ്യിലില്ല. ഈ തിരുവസ്ത്രം ഒരു മഹനീയമായ വസ്ത്രം തന്നെ. ഈ വസ്ത്രത്തിൻ്റെ പേരിലാണ് പലരും നമ്മെ ബഹുമാനിക്കുന്നതും നമ്മളായിരിക്കുന്ന അവസ്ഥകളിലൊക്കെ നമ്മെ അംഗീകരിക്കുന്നതും. അത് കളഞ്ഞുകൊണ്ടൊരു ജീവിതം നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റത്തില്ല. അന്നേരം ആ ഒരു സാഹചര്യങ്ങളിലൊക്കെ നമ്മുടെ ഐഡൻറ്റിറ്റി കീപ്പപ്പ് ചെയ്തുകൊണ്ട് ഒരു വൈദികനായിട്ട് തന്നെ പറയുക, ഏത് ഓഫീസിലാണെങ്കിലും ഏത് സാമൂഹ്യ മേഖലകളാണെങ്കിൽ പോകുമ്പോൾ നീ നിൻ്റെ തിരുവസ്ത്രം ഇട്ടുകൊണ്ട് പോവുക, അതിൻ്റെ മഹനീയത എല്ലാവരും നിനക്ക് നൽകും. തീർച്ചയായിട്ടും അതിനുവേണ്ടി ഈ തിരുവസ്ത്രം ഇട്ടുകൊണ്ടോ അല്ല ക്രിസ്തുവിന് വേണ്ടി മരിക്കണമെന്ന സാഹചര്യം വന്നാൽ തീർച്ചയായിട്ടും നമുക്ക് വേറെ ഓപ്ഷനില്ല. വി ഹാവ് ടു ഡു. കാരണം നമ്മൾ വിളിക്കപ്പെട്ടത് ആ വിളിക്ക് വേണ്ടിയാണ്, നമുക്കൊരു തിരിഞ്ഞു നോട്ടമില്ല. ആ വിളിക്ക് വേണ്ടി വിളിക്കപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചലഞ്ചുകൾ ഏറ്റെടുക്കുവാനായിട്ട് തയ്യാറാകണം. പ്രത്യേകിച്ച് നാഗ്പൂർ എന്നൊക്കെ പറയുമ്പോൾ മിഷൻ പ്രദേശമാണ്. വ്യത്യസ്തമായ സാഹചര്യങ്ങളുണ്ട്, സാന്നിധ്യങ്ങളുണ്ട്, പല പല മേഖലകളുമുണ്ട്. ഈ മേഖലകളൊക്കെ നമ്മുടെ ഐഡൻറ്റിറ്റി കീപ്പപ്പ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അച്ഛൻ പറയുമ്പോൾ തന്നെ അത് വളരെ
എനിക്ക് എന്ത് വാക്കുകളിൽ അച്ഛനെ അഭിനന്ദിക്കണം എന്നറിയത്തില്ല. കാരണം നമ്മുടെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടാതെ സൗഹൃദങ്ങൾ ഉണ്ടാക്കുക, നമ്മുടെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുത്താതെ സാമൂഹികപരമായി ഇടപെടുക, അതാണ് തീർച്ചയായിട്ടും കാതൽ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അച്ഛനെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ നാഗ്പൂർ രൂപതയിൽ ഒത്തിരി പ്രാവശ്യം ബിഷപ്പ് അരമനയിൽ വരാൻ എനിക്ക് നാഗ്പൂർ ആർച്ച് ബിഷപ്പിനോടുള്ള എബ്രഹാം വിരുദ്ധകുളങ്ങര പിതാവിനോടുള്ള ബന്ധത്തിലൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ആ സമയത്ത് വരുമ്പോഴൊക്കെയും ഏറ്റവും ഈസിലി അപ്രോച്ച് ചെയ്യാവുന്ന ആളുകളിൽ ഒരാളാണ് അച്ഛൻ. അച്ഛനെ എളുപ്പത്തിൽ സമീപിക്കാം. മറ്റച്ഛന്മാർ മോശം എന്ന് അർത്ഥമില്ല, പക്ഷേ ഒരു ഈസിലി സമീപിക്കാവുന്ന ഒരാളാണ്. എന്താണ് അച്ഛൻ്റെ ഈ ഒരു അപ്രോച്ചബിലിറ്റിയുടെ ഒരു പ്രത്യേകത? എന്താണ് അച്ഛനെ ഇങ്ങനൊരു മറ്റുള്ളവർക്ക് സംലഭ്യനാവുന്നതിൽ, സമീപിക്കാൻ എളുപ്പമാവുന്നതിൽ അച്ഛനെ? ഒരു പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് ഒരു വൈദികൻ തുറവിയുള്ളവനായിരിക്കണം. ദൈവത്തോടും ദൈവസമൂഹത്തോടും ഒരു തുറവി അവന് വേണം. ആദ്യമായിട്ട് അവൻ്റെ ജീവിതത്തിൽ അവൻ ആരാണെന്നുള്ള ഒരു ബോധ്യം എപ്പോഴും കീപ്പപ്പ് ചെയ്യണം. ഒരു വൈദികൻ, ഒരു ഐഡൻറ്റിറ്റി, അവന് പേഴ്സണൽ ഐഡൻറ്റിറ്റി. അത് കഴിഞ്ഞ് അവനൊരു തുറവി ദൈവത്തോടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവന് തുറവി മറ്റുള്ളവരുണ്ടാവും. ഒരു പക്ഷേ ഒരു പക്ഷേ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ പലരും നമ്മളോട് അപ്രോച്ച് ചെയ്യത്തില്ല. ഇത് മറ്റുള്ളവർ ഞാൻ ആദ്യം തന്നെ കഴിഞ്ഞ എപ്പിസോഡുകൾ എനിക്ക് പറഞ്ഞാൽ ഓർമ്മയുണ്ട്. ഞാനൊരു മനുഷ്യനായി മാറുക ആദ്യമേ. ഒരു പക്ഷേ ഒരു വൈദികനാണ്, ആ ഒരു ലെവലിൽ മാറിപ്പോകരുത്. മറിച്ച് ഒരു വൈദികൻ മനുഷ്യരോടൊപ്പം, ദൈവജനത്തോടൊപ്പം, അവരോടൊപ്പം സഞ്ചരിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ ശബ്ദമായി മാറേണ്ട ഒരു വ്യക്തിയാണ് വൈദികനെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ആർക്കെന്ത് രീതിയിലും ഒരുപക്ഷെ അപ്രോച്ച് ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ ആൾക്കാർക്ക് വേണ്ടി ചെയ്യുവാനായിട്ട് എന്നെ പ്രേരിപ്പിക്കുന്നത് തന്നെയാണ്. മനുഷ്യർക്ക് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി ജീവിക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ഞാൻ എൻ്റെ മനസ്സിൽ. അച്ഛൻ ആദ്യ എപ്പിസോഡിൽ പലവട്ടം പറഞ്ഞു വെച്ചിരുന്നൊരു കാര്യം, അല്ലെങ്കിൽ പലപ്പോഴും അച്ഛൻ്റെ വാക്കുകൾ വന്നൊരു കാര്യമാണ് ക്രിസ്തുവിനെ കൊടുക്കുക, ക്രിസ്തുവിനെ പങ്കുവയ്ക്കുക, ക്രിസ്തുവിനെ കൊടുക്കുക. ആ തീക്ഷ്ണതയുള്ള വാക്കുകൾ. തീർച്ചയായും ഞാൻ ഇവിടെ തീർച്ചയായിട്ടും ക്രിസ്തുവിനെ കൊടുക്കുന്നതിൻ്റെ പ്രാധാന്യം എന്തുമാത്രം എന്താണ് അതിൻ്റെ ആവശ്യം, ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ എന്തുമാത്രം പ്രധാനപ്പെട്ടൊരു കാര്യമാണത് എന്ന് അച്ഛൻ്റെ വാക്കുകൾ കേൾക്കാൻ ഒരാഗ്രഹമുണ്ട്. ക്രിസ്തുവിനെ കൊടുക്കുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു വ്യക്തിപരമായ ഒരു അനുഭവം ഉള്ളവന് മാത്രമേ ക്രിസ്തുവിനെ കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ ക്രിസ്തുവിനെ പല രീതികളിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഒന്നെങ്കിൽ നിൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ, നിൻ്റെ ജീവിത മേഖലകളിൽ. ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും പറയും ഒരു വൈദികൻ്റെ ഉത്തരവാദിത്തമാണ്, ഒരു സിസ്റ്ററിൻ്റെ ഉത്തരവാദിത്തമാണ് വചനം പ്രഘോഷിക്കുക. അല്ല, ജ്ഞാനസ്നാനത്തിലൂടെ ക്രിസ്തുവിൻ്റെ സഭയിൽ അംഗമായ ഓരോ ക്രിസ്ത്യാനിയുടെയും കടമയാണ്, ഉത്തരവാദിത്തമാണ്. അവൻ്റെ സ്ഥൈര്യവിലേപനത്തിലൂടെ, അവൻ ജ്ഞാനസ്നാനത്തിലൂടെ ലഭിച്ച പരിശുദ്ധാത്മാവിനെ നവീകരിച്ചുകൊണ്ട് ക്രിസ്തുവിനെ കൊടുക്കുവാനായിട്ട് ഓരോ ക്രിസ്ത്യാനികളും കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിനെ കൊടുക്കുക എന്നുള്ളത് ഭയങ്കര ചലഞ്ചായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ക്രിസ്ത്യാനികളുടെ ഏറ്റവും വലിയൊരു കടമയാണ് ക്രിസ്തുവിന് കൊടുക്കുക. അത് പുരോഹിതനാവട്ടെ, സിസ്റ്ററാവട്ടെ, അൽമായനാവട്ടെ, ക്രിസ്തുവിനെ കൊടുക്കുക എന്നുള്ളത് അവൻ്റെ ഒരു കടമയാണ്. അവനെ കൊടുക്കണം, എങ്കിൽ മാത്രമേ ക്രിസ്തീയതയ്ക്ക് മഹത്വം വരൂ. പിന്നെ ക്രിസ്തുവിനെ കൊടുക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ചലഞ്ച്, ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും വലിയ ചലഞ്ച് തന്നെ. കാര്യം ക്രിസ്തുവിൻ്റെ ആ സ്നേഹം, ലെഗസി, ക്രിസ്തു രൂപപ്പെടുത്തിയ ലെഗസി എന്ന് പറയുമ്പോൾ സ്നേഹമാണ്. ആ സ്നേഹത്തിൽ ജീവിക്കുവാനായിട്ട് ഒരു ക്രിസ്ത്യാനിക്ക് സാധിക്കുമ്പോൾ തീർച്ചയായിട്ടും അവന് ക്രിസ്തുവിനെ കൊടുക്കാം. വലിയ വലിയ കാര്യങ്ങൾ ചെയ്യേണ്ട, വലിയ കാര്യങ്ങളിലൂടെയല്ല ക്രിസ്തുവിനെ കൊടുക്കുക. ചെറിയ കാര്യങ്ങൾ, ഈ ചെറിയ കാര്യങ്ങളിലൂടെ ക്രിസ്തുവിനെ കൊടുക്കുവാനായിട്ട് സാധിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു പക്ഷേ ഒരാൾ സുഖമില്ലായിരിക്കാം, അവന് സുഖമാണോ, എന്താണ് നിൻ്റെ പ്രശ്നം, ഒരു പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ മാത്രമേ അവൻ്റെ പ്രശ്നങ്ങൾ പറയുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അവിടെ നീ ക്രിസ്തുവിനെ കൊടുക്കുക എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ. ഞാൻ ആദ്യം തന്നെ എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആദ്യമേ മനുഷ്യരാകുക. നല്ല മനുഷ്യന് മാത്രമേ നല്ല പുരോഹിതനായി തീരുവാൻ സാധിക്കുകയുള്ളൂ. ഈ നല്ല മനുഷ്യന് മാത്രമേ ദൈവമായിട്ടൊരു തുറവിക്ക് സാധിക്കുകയുള്ളൂ. ഈ തുറവി വരുമ്പോൾ മാത്രമേ എല്ലാവരുമായിട്ട് നമുക്ക് പെരുമാറാനും അടുത്തിടപെടുവാനും അവരെ സ്നേഹിക്കുവാനൊക്കെ ആയിട്ട് സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അച്ഛൻ ചെറുപ്പക്കാരോട് വളരെ എളുപ്പത്തിൽ സൗഹൃദം സൂക്ഷിക്കാൻ പറ്റുന്ന ഒരാളാണെന്നാണ് എൻ്റെ വിചാരം. തീർച്ചയായിട്ടും അച്ഛൻ്റെ നാഗ്പൂരിലെ ജീവിതാനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലും അച്ഛൻ ഇന്ന് കാണുന്ന രീതിയിലുമൊക്കെ ചെറുപ്പക്കാരുടെ ഇടയിലുള്ള ഒരു ജീവിതത്തെയും ശുശ്രൂഷയെക്കുറിച്ചും പ്രത്യേകിച്ച് അവർക്ക് ക്രിസ്തുവിനെ കൊടുക്കുന്നതിൻ്റെ പ്രാധാന്യമൊക്കെ എന്താ അച്ഛന് പറയാനുള്ളത്? നാഗ്പൂരിലും പ്രത്യേകിച്ച് ഞാൻ നാഗ്പൂരിൽ ചെന്നിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ അടുത്തറിഞ്ഞത് ജീസസ് യൂത്ത് മൂവ്മെൻ്റാണ്. ജീസസ് യൂത്ത് മൂവ്മെൻ്റ് എന്ന് പറയുമ്പോഴും ക്രിസ്തുവിന് വേണ്ടി എന്തും ചെയ്യുക, അവൻ്റെ രാജ്യത്തിന് വേണ്ടി ജീവിക്കുക എന്നൊരു വലിയൊരു വിശ്വാസം അല്ലെങ്കിൽ വലിയൊരു വിശ്വാസ ചിന്ത ആ യുവജനങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് എനിക്ക് ചോദിച്ചിട്ടുണ്ട്. കാരണം പല കാര്യങ്ങളിലും ഒരുപക്ഷെ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ റീജൻസി ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടങ്ങളിലാണ് എബ്രഹാം പിതാവ് എന്നെ ഒരു 3G പ്രോഗ്രാമിന് വേണ്ടി ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി എന്നെ വിട്ടത്.
ഞാൻ ഓർക്കുകയാണ് ആദ്യമായി ആ പ്രോഗ്രാമിന് അവിടെ ചെന്നത്. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാനായിട്ട് അല്ലെങ്കിൽ അവൻ്റെ രാജ്യത്തിന് വേണ്ടി ജീവിക്കുവാനായിട്ട് ഇറങ്ങിത്തിരിച്ച ഒരു യുവജന മേഖലയാണ് ജീസസ് യൂത്ത് മൂവ്മെൻറ്റ്. അപ്പോൾ ഈ കുട്ടികളുമായിട്ടൊക്കെ കൂടുതൽ അടുത്ത് ഇടപഴകുവാനും അതിനുശേഷം സെമിനാരിയിലെ ഒരു യു ടേൺ എന്ന പ്രോഗ്രാം അവിടെ ഈ സെമിനാരി ബ്രദേഴ്സും അവിടെയുള്ള യുവജനങ്ങളുമായിട്ട് ഒന്നിച്ച് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. ഈ യു ടേൺ എന്ന പ്രോഗ്രാമിൽ ആദ്യകാലങ്ങളിൽ അതിൻ്റെ ഒരു മെമ്പറായിട്ട് ചെയ്യുവാനും പിന്നീട് കാര്യങ്ങൾ അതിൻ്റെ ഒരു ഞാൻ സീനിയറായപ്പോൾ അതിൻ്റെ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുവാനായിട്ടൊക്കെ എനിക്ക് ഒത്തിരി അവസരം ലഭിച്ചു. അങ്ങനെ യു ടേൺ പ്രോഗ്രാം യുവജനങ്ങളും സെമിനാരിലെ ബ്രദേഴ്സും ഒന്നിച്ചു വരുന്ന അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു മേഖലയാണ് ഞാൻ കണ്ടത്. അങ്ങനെ ആ പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുവാനും ചെയ്യുവാനൊക്കെ എനിക്ക് അവസരം ലഭിച്ചു. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയ കാര്യം, ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ പലരും ദൈവത്തെ അറിയാതെ പോകുന്നൊരവസ്ഥയുണ്ട്. ഒരുപക്ഷെ അവരെ ജീവിത സാഹചര്യങ്ങളാവാം, അവരെ കുടുംബ മേഖലകളാവാം, അല്ലെങ്കിൽ അവർ പഠിച്ചു വരുന്ന ചുറ്റുപാടുകളാവാം. പലരും ക്രിസ്തുവിനെ അറിയാതെ പോകുന്നുണ്ട്. അപ്പോൾ ആ ആത്മാക്കളെയൊക്കെ നമ്മൾ നഷ്ടപ്പെടുത്തുക. പിന്നെ എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് ഇപ്പോഴത്തെ യുവജനങ്ങളോട് നമ്മൾ ഇടപെടേണ്ട രീതി വ്യത്യസ്തമാണ്. പണ്ട് പള്ളികളിൽ പോകാനായിട്ട് രാവിലെ എഴുന്നേറ്റ് മാതാപിതാക്കളോടൊപ്പം കുഞ്ഞുങ്ങൾ പള്ളിയിൽ പോകും. അത് ഫാമിലിയിൽ നിന്ന് രൂപപ്പെടുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പോഴും പല കുട്ടികൾ വേറെ ജീവിത സാഹചര്യങ്ങളിൽ ബോർഡിങ്ങിൽ നിന്ന് പഠിക്കുന്നുണ്ട്, ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നു. അവർ പള്ളിയിൽ പോകുന്നതുകൊണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അവർ വളരെ വലിയ സാഹചര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് എത്രമാത്രം മാതാപിതാക്കൾക്ക് എത്രമാത്രം പറയുവാനായിട്ട് അവരോട് പറയാനായിട്ട് ഫ്രീഡം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയാം. വളരെ ഡൗട്ട്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇപ്പോഴത്തെ തലമുറയെ നമ്മൾ അവിടെ ആയിരിക്കുന്ന അവസ്ഥകളിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. പണ്ടത്തെ 10 വർഷങ്ങൾക്ക് 20 വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു തലമുറയല്ല ഇപ്പം. അവരായിരിക്കുന്ന അവസ്ഥ, ചുറ്റുപാടുകൾ, ഈ ചുറ്റുപാടുകളിൽ നിന്നൊക്കെ അവരെ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ഇടയിൽ ക്രിസ്തുവിനെ കൊടുക്കുവാനായിട്ട് സാധിക്കുമ്പോഴാണ് ഒരു വൈദികൻ്റെ നിലയിൽ യുവജനങ്ങളുമായിട്ട് ഇടപെടുവാനായിട്ട് എനിക്ക് സാധിക്കുക. അച്ഛൻ പറഞ്ഞത് വളരെ ഇതാണ്. ഇപ്പോൾ യുവജനങ്ങളുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും അച്ഛൻ്റെ വാക്കുകളിൽ തന്നെ ആ ഒരു തീക്ഷ്ണതയും ബോധ്യമുണ്ട്. പക്ഷേ ജീസസ് യൂത്ത് മാത്രമല്ല, മറ്റു പല യുവജന വിഭാഗങ്ങളും വളരെ ഭംഗിയായിട്ട് യുവജനങ്ങളുടെ ഇടയിൽ ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ടതുമാണ്. അച്ഛൻ മറ്റൊരു കാര്യം, ഒരു പക്ഷേ അച്ഛൻ്റെ ജീവിതത്തിൽ എങ്ങനെ ഒരു നല്ല വൈദികനായി തുടരാൻ സഹായിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ അതിന് മുമ്പ് അച്ഛൻ വളരെ സ്നേഹത്തോടു കൂടി അല്ലെങ്കിൽ ആവേശത്തോടുകൂടിയും പറഞ്ഞ അമ്മച്ചിയുടെ പ്രാർത്ഥനയെക്കുറിച്ചാണ്. അച്ഛൻ പറഞ്ഞ വരെ ഓരോ വൈദികനും അവരുടെ അമ്മയുടെ ഒരു പ്രാർത്ഥന വലിയൊരു മുതൽക്കൂട്ടാണെന്ന് പറയാം. അപ്പം ഞാൻ ഈ സമയത്ത് എനിക്ക് ചോദിക്കാനുള്ള പരിശുദ്ധ അമ്മയെക്കുറിച്ചാണ്. പരിശുദ്ധ അമ്മയും അച്ഛനുമായിട്ടുള്ളൊരു ബന്ധം എന്താണ്? അച്ഛനെ പരിശുദ്ധ അമ്മയെക്കുറിച്ച് എന്താ പറയാം? തീർച്ചയായിട്ടും ഞാൻ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ സെമിനാരിയിലെ കാലഘട്ടങ്ങളിലേക്ക് ഞാൻ മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുക. ഞാൻ തിയോളജി പഠിച്ച സെൻറ്റ് ചാൾസ് സെമിനാരിയിൽ അതിൻ്റെ താഴെ ഒരു മനോഹരമായ ഒരു ഗ്രോട്ടോ ഉണ്ട് മാതാവിൻ്റെ. ഒരുപക്ഷെ നാഗ്പൂരിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധാകേന്ദ്രമായി മാതാവിൻ്റെ ഗ്രോട്ടോ. ഒരുപാട് വലിയ അത്ഭുതങ്ങൾ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പിൽഗ്രിമേജ് സെൻ്ററാണ് ഈ മാതാവിൻ്റെ ഗ്രോട്ടോ. എല്ലാ ദിവസവും ഞങ്ങൾക്ക് രാവിലത്തെ കുർബാനയും ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞിട്ട് 8 മണിക്ക് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ ആദ്യം പോകുന്നത് മാതാവിൻ്റെ അടുത്താണ്. പലപ്പോഴും എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അനുഭവം കൊണ്ട് ഈ മാതാവുമായിട്ടുള്ള ഒരു ആഴമായ ബന്ധം, ഒരു ദിവസം തന്നെ ഒരു 10-40 സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പ് ഇറങ്ങി വേണം, ഓടി ഇറങ്ങി കയറി ഇറങ്ങണം മാതാവിനെ കാണാൻ പാടില്ല. ഒരു ദിവസം തന്നെ 4-5 പ്രാവശ്യം ഞങ്ങൾ മാതാവിനെ കാണാൻ വേണ്ടി അവിടെ പോകും. അപ്പോൾ ഞങ്ങളുടെ സെമിനാരിയിലെ ഞങ്ങളുടെ ആ ജീവിതം ഒരു ദിവസം തുടങ്ങുന്നത് ഈ കുർബാനയും ബ്രേക്ക്ഫാസ്റ്റും അതിന് കഴിഞ്ഞുള്ള ദിവസം ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഈ മാതാവിനെ കാണാൻ പോവുക, പ്രാർത്ഥിക്കുക, ഒരു ആത്മീയമായ ബന്ധം. തീർച്ചയായിട്ടും ഒരു പുത്രനെ എങ്ങനെ സ്നേഹിക്കുന്നു, തീർച്ചയായിട്ടും ഒരു അമ്മയെ സ്നേഹിക്കുന്നതിനൊക്കെ തന്നെ മാതാവ് ഒരു വൈദികൻ എല്ലാ വൈദികരെയും സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ മാതാവുമായിട്ട് പ്രാർത്ഥിക്കുക, മാതാവിനോടൊപ്പം പ്രാർത്ഥിക്കുക, കൊന്തയിൽ പ്രാർത്ഥിക്കുന്ന മാതാവിനോടൊപ്പം പ്രാർത്ഥിക്കുക, അത് ഒരു രക്ഷാകവചമാണെന്ന് ഞാൻ വിശ്വസിക്കുക. പല പൈശാചികമായ ബന്ധനങ്ങളിൽ നിന്നും മാതാവിനോടൊപ്പം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മോചനം ലഭിക്കും, അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ ലഭിക്കും എന്നുള്ളൊരു വ്യക്തിപരമായ അനുഭവം എനിക്ക് തീർച്ചയായിട്ടും മാതാവിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. പിന്നീട് ഞാൻ എപ്പോഴും പണ്ട് കേട്ട ത്രൂ മേരി ടു ക്രൈസ്റ്റ്, മാതാവിലൂടെ ക്രിസ്തുവിലേക്ക് നടന്നെടുക്കുവാനായിട്ട് വളരെ എളുപ്പമാണ്. അത് എൻ്റെ ഒരു ജീവിതത്തിൽ വളരെ പേഴ്സണലായിട്ട് ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. പലപ്പോഴും സെമിനാരി പരീക്ഷയൊക്കെ നടക്കുമ്പോൾ നമ്മൾ ആദ്യം പോയി പ്രാർത്ഥിക്കും. ഞാൻ സെമിനാരി പരീക്ഷയിലേക്ക് പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് എല്ലാ പരീക്ഷയ്ക്കും നന്നായിട്ട് ജയിക്കുവാനായിട്ടൊക്കെ സാധിച്ചു. ഒരു ദിവസം ഞാൻ മനഃപൂർവ്വം ഒന്ന് മാതാവിനോട് പ്രാർത്ഥിക്കാതെ പോയി പരീക്ഷ എഴുതാൻ ശ്രമിച്ചു. തീർച്ചയായിട്ടും ഞാൻ ജസ്റ്റായിട്ടൊന്ന് പാസ്സായിട്ടേ ഉള്ളൂ. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു വിശ്വാസം, തീർച്ചയായിട്ടും പരീക്ഷയുടെ കാര്യം കൊണ്ട് മാത്രമല്ല, ഒരു വ്യക്തിപരമായ ബന്ധം മാതാവുമായിട്ട് രൂപപ്പെടുത്തുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ
അമ്മയോട് കൂടുതൽ അടുക്കുവാനായിട്ടും അമ്മയോട് കൂടുതൽ കാര്യങ്ങൾ പറയാനായിട്ടുള്ള ഒരു ഓപ്പൺനെസ്, ഒരു തുറവി മാതാവിൽ നിന്ന് എനിക്ക് തീർച്ചയായിട്ടും ലഭിച്ചിട്ടുണ്ട്. അത് നമുക്ക് നല്ലതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അച്ഛാ, മറ്റൊരു മേഖല തീർച്ചയായിട്ടും മാതാവിൻ്റെ ആ ഒരു ഇത് കേട്ടതിലേറെ സന്തോഷം. മറ്റൊരു കാര്യം, അച്ഛൻ്റെ ഞാൻ മുമ്പ് നമ്മൾ പല പ്രാവശ്യം പരാമർശിച്ചതുപോലെ അച്ഛൻ്റെ വീട്ടിൽ അച്ഛൻ ഒറ്റ മകനാണ്. ഒരുപക്ഷെ ഒറ്റ മകൻ വീട്ടിൽ നിന്ന് വൈദികനായി പോയ, അല്ലെങ്കിൽ ദൈവവിളി സ്വീകരിച്ചു പോയി വൈദികനായി 2 വർഷം തികഞ്ഞ ആളെന്ന നിലയിൽ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു പ്രേക്ഷകരായ മാതാപിതാക്കളോട് എന്താണ് അച്ഛന് പറയാനുള്ളത്? ഞാൻ ഓർക്കുകയാണ്, എൻ്റെ അമ്മ എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ച ഉപവസിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ ഒരു അമ്മയോട് ചോദിച്ചു, അമ്മ എന്തിനാണ് എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ച ഉപവസിക്കാൻ സെമിനാരിൽ പഠിക്കുന്ന സമയത്ത്? അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, ചൊവ്വാഴ്ച ഞാൻ എൻ്റെ മോന് വേണ്ടി ഉപവസിക്കുന്നു, വെള്ളിയാഴ്ച ഞാൻ എനിക്ക് വേണ്ടി ഉപവസിക്കുന്നു. അപ്പോൾ ഒരു വൈദികൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു സെമിനാരിൽ ഒരു കുഞ്ഞായിരിക്കുന്നവൻ്റെ ജീവിതത്തിൽ മാതാപിതാക്കളുടെ പ്രാർത്ഥന, ഒരു പക്ഷേ തുടക്കത്തിൽ എൻ്റെ പിതാവ് എന്നെ പോകാനായിട്ട് വളരെ സപ്പോർട്ട് ചെയ്തില്ല. പിന്നീട് എൻ്റെ പിതാവ്, എൻ്റെ പപ്പായുടെ വലിയ സപ്പോർട്ട് എൻ്റെ ഓരോ ജീവിതത്തിലും അത് വലിയൊരു മുതൽക്കൂട്ടായിരുന്നു. എൻ്റെ ബന്ധുക്കളിലാണ് പലരുടെയും സപ്പോർട്ട്, എൻ്റെ കാറ്റഗിസം ടീച്ചേഴ്സിൻ്റെ ആണെങ്കിലും അവരുടെ സപ്പോർട്ടൊക്കെ ഒരു വൈദികൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു സെമിനാരി വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ ഒരുപാട് ശക്തി നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എനിക്ക് പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പറയാനുള്ള കാരണം, ഒരു കുഞ്ഞിൻ്റെ ഉള്ളിൽ ക്രിസ്തുവിനെ ചൈതന്യം നിറച്ചുകൊണ്ട് ഒരു ക്രിസ്തുവിൻ്റെ ജീവിതത്തിന് വേണ്ടി ജീവിക്കുവാനായിട്ട് കുഞ്ഞിനെ ബലപ്പെടുത്തേണ്ടത് അവൻ്റെ മാതാപിതാക്കളാണ്. ഈ മാതാപിതാക്കൾ ഈ കുഞ്ഞിന് ഈ ബോധ്യങ്ങൾ നൽകിയില്ലെങ്കിൽ അവന് ജീവിതത്തിൽ വഴിതെറ്റി പോകാനായിട്ടും ഒരുപക്ഷെ ജീവിതത്തിൽ ഒന്നും ആകാത്ത ഒരവസ്ഥയിലേക്ക് സാധിച്ചു വരും. ഒരുപക്ഷെ അവൻ പുരോഹിതനാകില്ല, അല്ലെങ്കിൽ മറിച്ച് അവൻ നല്ലൊരു ക്രിസ്ത്യാനിയാകും. അവൻ്റെ ആ ക്രിസ്തീയ ജീവിതത്തിലൂടെ അവൻ ക്രിസ്തുവിനെ നൽകുവാനായിട്ട് അല്ലെങ്കിൽ ക്രിസ്തുവിന് മറ്റുള്ള കൊടുക്കുവാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. എൻ്റെ ജീവിതത്തിൽ എൻ്റെ മാതാവും പിതാവും ഒരുപാട് പ്രാർത്ഥന കൊണ്ടും സാന്നിധ്യം കൊണ്ടും സാമീപ്യം കൊണ്ടും ഉപദേശങ്ങൾ കൊണ്ടും ഒരുപാട് സഹായങ്ങൾ എനിക്ക് ചെയ്തു. അതുപോലെ തന്നെ ഓരോ കുഞ്ഞിൻ്റെ ജീവിതത്തിലും അല്ലെങ്കിൽ ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിൽ അവൻ ആരായിത്തീരണം, അവൻ്റെ സ്വപ്നങ്ങൾ എന്ത് നേടിയെടുക്കണം, അതിനെല്ലാം അവൻ്റെ മാതാപിതാക്കളാണ് ആദ്യ ഗുരുക്കൾ. ഈ മാതാപിതാക്കൾ നൽകുന്ന ആ പുണ്യങ്ങൾ അല്ലെങ്കിൽ ആ നല്ല നന്മകൾ, അതാണ് അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ മുതൽക്കൂട്ട്. അപ്പോൾ പ്രേക്ഷകരായ മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ ക്രിസ്തുവെന്ന നല്ല വിത്ത് വിതയ്ക്കുക. ഈ ക്രിസ്തുവെന്ന നല്ല വിത്ത് വിതയ്ക്കുന്നത് വളരെ ചലഞ്ചാണ്. എങ്കിലും നിങ്ങൾ ആത്മീയത ഉൾക്കൊണ്ട് നല്ല ക്രിസ്തുവെന്ന നല്ല വിത്ത് വിതയ്ക്കുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ആത്മീയതയിലേക്ക് വരും. പുരോഹിത വൃത്തിയിലേക്കും സന്യാസ ജീവിതത്തിലേക്കും ഒരുപാട് പേര് കടന്നു വരും. അതിനുള്ള ശക്തി ദൈവം നമുക്ക് നൽകും. താങ്ക് യു അച്ഛാ, ഒത്തിരി നല്ല ഷെയറിങ്. അച്ഛൻ്റെ ഒരു ജീവിതാനുഭവങ്ങൾ ശാലോം ടി വിയോട് പങ്കുവച്ചതിനേറെ നന്ദി. പ്രത്യേകിച്ച് ഒരു മനുഷ്യനാവുക, ഒരു പുരോഹിതനാവുക എന്നൊരു ചിന്തയിൽ പരിപൂർണമായി ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിനു വേണ്ടി മരിക്കുന്നതിൽ പോലും ഭയമില്ല, അത് ദൈവനിശ്ചയമാണെങ്കിൽ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ അച്ഛൻ്റെ വാക്കുകളെ ഓർക്കുന്നു. അച്ഛനെന്നും അമ്മച്ചിയുടെ പ്രാർത്ഥന ഉള്ളതുപോലെ, പരിശുദ്ധ അമ്മയുടെ സപ്പോർട്ടുള്ളതുപോലെ മുൻപോട്ട് ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു ധീര മിഷണറിയായി തന്നെ ജീവിച്ച് തീർക്കാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശാലോം ടി വിയിലെ ജോഷു എന്ന പ്രോഗ്രാമിൽ ഈ 2 എപ്പിസോഡിലെയും അച്ഛൻ്റെ സാന്നിധ്യത്തിന് ഏറെ നന്ദി. ധന്യവാദം. താങ്ക് യു. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ഒരു നിമിഷം കേൾക്കാമോ നിങ്ങൾക്കായി നൽകാം ഞാൻ ഇന്നൊരു സന്ദേശം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറിയുവിൻ. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറിയുവിൻ.